Hello and welcome to yet another episode of AV Tiles and Sanitary Kollam. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണ്. അതെ, വടക്കുംനാഥന്റെ മണ്ണിൽ. ഇവിടെയാണ് ഇന്ന് കജാരിയ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കജാരിയയുടെ ആദ്യത്തെ പേവിംഗ് ടൈൽ സീരീസ്. പേവിംഗ് ടൈൽ കജാരിക്ക് ഇതിന് മുമ്പും ഉണ്ട്, പക്ഷേ 20 mm തിക്നെസ്, അതായത് 2 സെന്റിമീറ്റർ തിക്നെസ്സിലുള്ള ടൈൽ. ഇതിന്റെ ടീസർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ലോഞ്ച് കാത്തിരിക്കുന്നു. നമുക്ക് ഇന്ന് ഇവിടെ തൃശ്ശൂരിൽ ജോയ്സ് ഹോട്ടലിലാണ്, എക്സിബിഷൻ ഹാളിലാണ് ഇതിന്റെ ലോഞ്ച്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എക്സിബിഷൻ ഹാളിനകത്താണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ബാനർ കാണാം. കജാരിയയുടെ ലോഞ്ച് ഇവന്റ് ആണ്. ഡ്യൂറാടെക് എക്സ്റ്റോണിന്റെ 20 mm R11 സർഫേസ്. 20 mm R11 സർഫേസ് ആണ് ഇന്നത്തെ ലോഞ്ചിന്റെ ഹൈലൈറ്റ് എങ്കിലും ഇതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടെ ഗ്രിപ്പ് പറഞ്ഞ് R9 സർഫേസും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അതിനകത്ത് സൈസിന് ഒരു പരിമിതിയുണ്ട്. 120x60 മാത്രമേ R9 ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. R11 നമുക്ക് 3 സൈസാണ് വരുന്നത്. 60x60, 30-60 and 120-60. നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലും എസ്തെറ്റിക് ഡിഫറൻസസും കാര്യമായിട്ട് പഠിക്കാം. ആദ്യം ടെക്നിക്കൽ ഡിഫറൻസസിലോട്ട്. 3 ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിക്നെസ് തന്നെയാണ്. 20 mm തിക്നെസ് എന്ന് പറയുമ്പോൾ ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു ടൈൽ തിക്നെസ് ആണ്. മാക്സിമം 15 mm ആണ് നമുക്ക് ഇതുവരെ കജാരിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ടൈൽ തിക്നെസ്. 20 mm തിക്നെസ് എന്ന് പറയുമ്പോൾ ഇത് സ്ട്രെയിറ്റ് അവേ കോട്ട സ്റ്റോൺ, ഷാബാദ് സ്റ്റോൺ, കടപ്പ സ്റ്റോൺ, ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകും. ഇനി ഒരു 3 cm അല്ലെങ്കിൽ 30 mm തിക്നെസ് ഉള്ള ടൈലും കൂടെ വരുന്നു ഒരു ന്യൂസ് ഉണ്ട്. പക്ഷെ അത് ഒഫീഷ്യലി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. തൽക്കാലം 20 mm തിക്നെസ് തന്നെ നമുക്ക് കടപ്പ സ്റ്റോണിനെ അല്ലെങ്കിൽ ഷാബാദ് സ്റ്റോൺ അല്ലെങ്കിൽ കോട്ട സ്റ്റോണിനെ റീപ്ലേസ് ചെയ്യാൻ ധാരാളമാണ്. ഈ 20 mm തിക്നെസ് മാത്രമല്ല ഈ ടൈൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്. ഇതിന്റെ പുറത്തിട്ടേക്കുന്ന ഗ്ലേസ് അത് R11 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ഗ്ലേസ് ആണ്. നൗ ഗ്ലേസസ് ടെക്നിക്കലി കാറ്റഗറീസ് ഉണ്ട്. അത് അതിന്റെ സ്ലിപ്പ് ആൻഡ് ഗ്രിപ്പ് പ്രോപ്പർട്ടീസിനെയാണ് കാണിക്കുന്നത്. R11 ഗ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് 19 ഡിഗ്രി മുതൽ 27 ഡിഗ്രി വരെയുള്ള ഹൈറ്റ് ഉള്ള റാമ്പിൽ ഇടാൻ പറ്റുന്ന ടൈലാണ്. ഇട്ടതുകൊണ്ട് മാത്രമായില്ല, ഈ ഹൈറ്റില് നമുക്ക് മഴയില്ലാത്തപ്പോഴും നടക്കാം, മഴ ഉള്ളപ്പം അതായത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും സ്ലിപ്പ് ആകാതെ ഇറങ്ങാം. അതേപോലെ ഇനി എണ്ണ വീണ് കിടക്കുന്ന സർഫേസ് ആണെങ്കിൽ അതിന്റെ പുറത്തൊന്നും സ്ലിപ്പ് ആകാതെ ഇറങ്ങാം. അപ്പം ടെക്നിക്കലി R11 എന്ന് പറയുമ്പം അത് കാര്യമായിട്ട് അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്തോന്ന് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഉണങ്ങിയ സമയത്ത് ഉപയോഗിക്കാം, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കാം. അതേപോലെ ഉണങ്ങിയ സമയത്തോ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ എണ്ണ വീണിട്ടുണ്ടെങ്കിൽ ആ എണ്ണയുടെ പുറത്തൊന്നും നമ്മൾ സ്ലിപ്പ് ആവില്ല. $27 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഈ ടൈൽ 90 ഡിഗ്രി ആംഗിൾ ആണ്. 90 ഡിഗ്രി നമ്മൾ നേരെ പകുതിയാക്കിയ ഈ കാണുന്ന ലൈൻ 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിന്ന് കുറച്ചുകൂടെ കുറച്ചാ ഏകദേശം ഈ ഒരു ആംഗിൾ ആണ് 27 ഡിഗ്രീസ്. 27 ഡിഗ്രി റാമ്പിനകത്ത് നമുക്ക് ഈ ടൈല് സേഫ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാൻ ഇതിന്റെ പുറത്ത് ഒന്ന് നടന്നു നോക്കി, എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ അതൊന്ന് ട്രൈ ചെയ്യാം. ഈ എൻ്റെ മുമ്പിൽ കാണുന്ന റാമ്പ് ഏകദേശം ഒരു 40 ഡിഗ്രി റാമ്പാണ് ഈ കാണിച്ചേക്കുന്നത്. 40 to 45 ഡിഗ്രി ഉണ്ട്. 45 ഡിഗ്രിയിൽ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ മൊത്തം വെയിറ്റും എൻ്റെ ഷൂവിൽ കൊടുത്തിട്ട് വളരെ ചെറിയ സ്റ്റെപ്പായിട്ടാണ് ഈ കയറുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറത്തുനിന്ന് സ്ലിപ്പ് ആവാൻ. പക്ഷേ ഒരു മാഗ്നറ്റ് പോലെ ആണ് എൻ്റെ ഷൂസിനെ ഈ ടൈൽസ് പിടിച്ചേക്കുന്നത്. ഇതാണ് കമ്പനി R11 ടൈൽസിനെ ഇത്രയും പ്രാധാന്യത്തോടെ കാണുന്നതും ലോഞ്ച് ചെയ്യുന്നതിൻ്റെയും കാരണം. ഞാൻ ഇനി തിരിച്ച് ഇറങ്ങി നോക്കുക. അതേ വെയിറ്റ് എൻ്റെ ബോഡിയിൽ ഒരു സ്റ്റിഫ്നെസ്സും ഇല്ല. ഞാൻ ഫുള്ളി തെന്നാൻ റെഡി ആയിട്ടാണ് ഇതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങുന്നത്. ബട്ട് ഒരു ശകലം പോലും മൂവ്മെന്റ് എൻ്റെ കാലിൽ. സോ ഇതാണ് അതിന്റെ ഫസ്റ്റ് ടെക്നിക്കൽ തിങ്. രണ്ടാമത്തെ ടെക്നിക്കൽ തിങ് നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എത്ര വെയിറ്റ് എടുക്കും എന്നാണ്. ഇതിന്റെ വെയിറ്റ് കപ്പാസിറ്റി 8000 ന്യൂട്ടൺ ആണ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ 75 ടൺസ് ആണ്. അപ്പം ഈ ടൈലിന്റെ അടിയിൽ ഇട്ടേക്കുന്ന PCCയും RCCയും സ്ട്രോങ് ആണെങ്കിൽ, PCC അല്ലെങ്കിൽ RCC ചലിച്ചില്ലെങ്കിൽ ഈ ടൈൽ 75 ടൺ വരെ സേഫ് ആയിട്ട് എടുക്കും. 75 ടൺ റഫ്ലി ഒരു 10 വീലുള്ള ലോറി ഫുൾ ലോഡ് കഴിഞ്ഞ് വന്നാൽ അത്രയും വരില്ല. അപ്പം നമ്മുടെ വീട്ടിലെ ഒരു കാറോ അല്ലെങ്കിൽ ഒരു മിനി ലോറിയോ അല്ലെങ്കിൽ ഒരു ടിപ്പർ ലോറി വന്നാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഈ ടൈൽസ് ദീസ് ആർ ഗുഡ് ഇനഫ്.
ഇനി പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ട് പറയുവാണെങ്കിൽ ഒരു കോട്ട സ്റ്റോൺ PCCയുടെ RCCയുടെ പുറത്ത് ഇടുവാണെങ്കിൽ അതിനെടുക്കാവുന്ന മാക്സിമം വെയിറ്റ് 25 ടണ്ണാണ്. 25 മുതൽ 30 ടൺ. 25 മുതൽ 30 ടണ്ണും ഇത് 70 മുതൽ 75 ടണ്ണുമാണ്. സോ അതാണ് രണ്ടാമത്തെ ടെക്നിക്കൽ കാര്യം നമ്മൾ ഇതിന് അറിയേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ എസ്തെറ്റിക് ഭാഗം പരിശോധിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഭംഗിയുടെ ഭാഗം നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് പല ടൈപ്പിലെ സ്റ്റോൺസ് ലൈക്ക് കോട്ട സ്റ്റോൺ, കടപ്പ, ഷാബാദ്, ബാംഗ്ലൂർ, പിന്നെ അതുകൂടാതെ ഇന്റർലോക്കിംഗ് സിമെന്റ് ടൈൽസ്. ഇന്റർലോക്കിംഗ് സിമെന്റ് ടൈൽസിനകത്ത് നമുക്ക് കളേഴ്സ് കിട്ടും, ചിലതൊക്കെ നല്ല ക്വാളിറ്റിയാണ്, നോ ഡൗട്ട്. പക്ഷേ എന്നാലും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് വിട്രിഫൈഡ് ടൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന പിഗ്മെന്റും ഒരു സിമെന്റ് വെച്ച് ഇന്റർലോക്കിംഗ് ടൈൽ ഉണ്ടാക്കുന്ന കമ്പനിക്കകത്ത് ഉപയോഗിക്കുന്ന പിഗ്മെന്റും തമ്മിൽ എപ്പോഴും ഒരു ഡിഫറൻസ് കാണും. ഈ ഒരു ഫിനിഷും ഈ ഒരു ഫിനസും നമുക്ക് ഒരിക്കലും സിമെന്റ് ടൈൽസിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഇതിന്റെ വ്യത്യാസം എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീടിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടൈൽസിന് വേണ്ടിയിട്ട് മണിക്കൂറോളം, ചിലപ്പം ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം സെലക്ഷൻ നടക്കുന്ന കസ്റ്റമേഴ്സിനെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം വീടിന്റെ ഉള്ളിൽ കിടക്കുന്ന ടൈൽസിന് സെലക്ട് ചെയ്യാൻ ഇത്രയും സമയം കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ മിറർ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ ആ ടൈലും ആ സർഫേസും ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിത്തീരുന്നു. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ ഇതുവരെ നമുക്ക് മിറ്റത്തോട്ട് അല്ലെങ്കിൽ വീടിന്റെ ഓപ്പൺ ഏരിയ അല്ലെങ്കിൽ പേവിംഗ് ഏരിയയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടൈൽസ് ഇതുവരെയും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഈ ടൈൽസ് RCCയുടെയോ PCCയുടെയോ പുറത്ത് മാത്രമല്ല, നമുക്ക് വലിയ വെയിറ്റ് കയറുന്നില്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഗ്രാവലിന്റെ പുറത്ത് നമ്മൾ കോട്ട സ്റ്റോൺ അല്ലെങ്കിൽ അതുപോലത്തെ ബാംഗ്ലൂർ സ്റ്റോൺ ഇടുന്ന പോലെ തന്നെ നമുക്ക് അതിന്റെ പുറത്ത് ഇതും ഇടാൻ പറ്റും. ഇനി വേറൊരു കാര്യം, നമുക്ക് ഈ ടൈൽസ് തരാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ 120/60 ടൈൽ, ഫോർ എക്സാമ്പിൾ ഈ ടൈൽ 120/60 സൈസ് ആണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് എല്ലാ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിനകത്തും സ്റ്റിപ്പുലേറ്റഡ് ലെങ്ത് സ്റ്റെപ്സിന്റെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിനകത്ത് 4 ഫീറ്റ് ആണ്, അതായത് 120 സെന്റിമീറ്റർ ആണ്. ഈ ഹെവിലി സ്ലിപ്പ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈൽ നമുക്ക് സ്റ്റെപ്പ് ടൈൽ ആയിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ഇതുവരെ ഉള്ള സ്റ്റെപ്പ് ടൈലിന്റെ ചോയ്സ് ഗ്രാനൈറ്റിന്റെ ബ്ലാക്ക് ഷെയ്ഡോ അല്ലെങ്കിൽ നാനോ ക്രിസ്റ്റലിന്റെ വൈറ്റോ അല്ലെങ്കിൽ വളരെ പരിമിതമായ കണ്ട് മടുത്ത വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഗ്രാനൈറ്റും മറ്റ് ടൈൽസുമായിരുന്നു. പക്ഷേ ഈ കളേഴ്സിന്റെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ ഉള്ളിൽ സെലക്ട് ചെയ്ത് ഏത് ടൈലാണെങ്കിലും അതിനോട് യോജിക്കുന്നയോ അല്ലെങ്കിൽ അതിന് ഒരു നല്ലൊരു കോൺട്രാസ്റ്റ് വരുന്ന ഒരു ടൈൽ ഈ കളക്ഷനിൽ ഉറപ്പായിട്ടും കാണും. നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടൈലിനെ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4:1 അല്ലെങ്കിൽ 120/30 സൈസിലെ 2 പീസ് ഇതിനകത്തുനിന്ന് കിട്ടും. ഇനി ബിൽഡിംഗ് കൊമേഴ്ഷ്യൽ അല്ല, ബിൽഡിംഗ് ഹൗസ് ഹോൾഡ് ആണ്. അവിടെയും കോർപ്പറേഷൻസിന്റെയും മുനിസിപ്പാലിറ്റീസിന്റെയും സ്റ്റിപ്പുലേറ്റഡ് ലെങ്ത് 90 സെന്റിമീറ്റർ ആണ്. 3/2 അല്ലെങ്കിൽ 90/60 ടൈൽ എടുത്ത് രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈലിൽ നിന്ന് തന്നെ 2 സ്റ്റെപ്പ് ടൈൽ കിട്ടും വിതൗട്ട് എനി വേസ്റ്റേജ്. ഇനി അതിലും താഴെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ വീടാണ്, പക്ഷേ ഹെവിലി ബഡ്ജറ്റഡ് ആണെങ്കിൽ നമുക്ക് 60/60 എടുത്തും സ്റ്റെപ്പ് ടൈൽ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇതാണ് ഈ ടൈൽസിന്റെ വേറൊരു ടെക്നിക്കലും എസ്തെറ്റിക് സൈഡും. എസ്തെറ്റിക്കലി ഈ ടൈൽസിന് വേറൊരു പ്രയോജനം കൂടിയുണ്ട്, അത് നമുക്ക് കണ്ടു നോക്കാം. ഇതുവരെ ഒരു കമ്പനിയും തരാത്ത ഒരു ഫെസിലിറ്റിയാണ്, അതായത് R11 ഗ്ലേസിൽ 20 mm തിക്നെസ്സിൽ ഒരേ ഡിസൈൻ 3 സൈസിൽ നമുക്ക് കിട്ടുന്നു. അങ്ങനെ കിട്ടുന്നതിന്റെ പ്രയോജനം എന്തുവാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 2 പാറ്റേൺസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഈ പാറ്റേണിനകത്ത് ഒരു 4:2 ടൈൽ ഹൊറിസോണ്ടലി, 3:2 2 വെർട്ടിക്കലി, 2:2 ടൈൽ അതിന്റെ കൂടെ മാച്ച് ചെയ്യാനിട്ടേക്കുന്നത്. ഇവിടെ കിട്ടുന്ന ഈ ജോമെട്രി നമുക്ക് ഫ്ലോറിൽ മാത്രമല്ല, നമുക്ക് എലിവേഷൻ വാളിലും അല്ലാതെ നമ്മുടെ ബൗണ്ടറി വാളിലും യൂസ് ചെയ്യാം. ഇതേപോലെ വേറൊരു പാറ്റേൺ ആണ് ഇവിടെ ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഇത് 4/2, 4/2, 2/2, 3/2 ആൻഡ് 3/2. ഈ ഒരു 3 ജോമെട്രി വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻസ് അനവധിയാണ്. നമ്മൾ ഒരു സിസ്റ്റം എടുത്ത് അല്ലെങ്കിൽ വെറുതെ ഒരു പേനയും പേപ്പറും എടുത്ത് നമ്മൾ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഇതുപോലെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഈ മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ കണ്ടാൽ ഇത് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് ഇത് നമുക്ക് കാണിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇത് കണ്ട് അനുഭവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഏറ്റവും നിയറസ്റ്റ് ഡീലർഷിപ്പിൽ പോയി ഇത് എത്രയും പെട്ടെന്ന് കണ്ട് തൊട്ട് അറിഞ്ഞ് മനസ്സിലാക്കണം.
ഡ്യൂറാടെക് എക്സ്ട്രോണിനെ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ഓർത്തു. ഈ സ്റ്റാറ്റിസ്റ്റിക് ആണ് 2.5 ലക്ഷം കോടി രൂപ. ഇതാണ് എല്ലാ വർഷവും ലോകത്തിലെമ്പാടും സ്ലിപ്പ് ആൻഡ് ഫോൾ റിലേറ്റഡ് ഇൻസിഡൻസിൽ ജനങ്ങൾ ചികിത്സയ്ക്ക് ചെലവാക്കുന്ന എമൗണ്ട്. അപ്പം അതിൽ എല്ലാ വീഴ്ചകളും ടൈൽസിന്റെ പുറത്തുനിന്നോ അല്ലെങ്കിൽ ടൈൽസ് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ഹൈ ഗ്ലോസ് ആയതുകൊണ്ട് വീഴുന്ന അല്ലായിരിക്കാം. ഇത് സ്ലിപ്പ് ആൻഡ് ഫോളിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷേ എന്നാലും അതിനകത്ത് നല്ലൊരു ഭാഗം ടൈൽസിന്റെ പുറത്തുനിന്ന് സ്ലിപ്പ് ആവുന്നത് തന്നെ ആയിരിക്കും, അതും എസ്പെഷ്യലി പേവിംഗ് ഏരിയാസിൽ. അപ്പം ഇനി ഈ ടൈൽസ് സെയിലിൽ വരുന്നതോടെ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ അങ്ങനത്തെ ഫോൾസ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് 100% ഉറപ്പാണ്. ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിന് ഇനിയും പോസ്റ്റഡ് ആയിരിക്കുക AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം ചാനലിനോട്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. വേറൊരു എപ്പിസോഡിൽ ഇതേപോലെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.